വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ നെല്ലറിയായ കരയാമ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് മുളയ്ക്കാത്ത വിത്ത് നൽകി കൃഷിവകുപ്പ്. അധികൃതർ കളിപ്പിച്ചതായി പരാതി. എടത്തുരുത്തിയിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ 2 ടൺ നെൽവിത്താണ് മുളയ്ക്കാതെ പോയത്. പാടം കൃഷിയോഗ്യമാക്കി വിത്ത് വിതച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും മുളയ്ക്കാതായതോടെയാണ് നിലവാരമില്ലാത്ത വിത്താണ് ലഭിച്ചതെന്ന് കർഷകർക്ക് മനസ്സിലായത്. സാമ്പിൾ നൽകിയ വിത്ത് മുളച്ചിരുന്നതിനാലാണ് കർഷകർ ഇത് തെരഞ്ഞെടുത്തത്. 100 ഏക്കറിലധികം വരുന്ന പാടശേഖരത്തിൽ 125ഓളം കർഷകരാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. എല്ലാവരും വിതച്ചത് ജ്യോതി ഇനത്തിൽപ്പെട്ട നെൽവിത്താണ്. 8.5 ലക്ഷത്തിന്റെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. 30 കിലോഗ്രാമിന്റെ 69 ചാക്ക് വിത്താണ് ഇക്കുറി കൃഷി ഇറക്കിയത്. ഇതിൽ 20% താഴെയാണ് മുളച്ചത്. ഈ സീസണിൽ ഇനി കൃഷി ഇറക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചെലവ് വരുമെന്നാണ് കർഷകർ പറയുന്നത്. വരന്തരപ്പള്ളി കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയ വിത്താണ് കർഷകർക്ക് തിരിച്ചടിയായത്. അധികൃതരെ വിവരമറിയിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയെന്നാണ് കർഷകർ പറയുന്നത്. വിത്ത് മുളയ്ക്കാതെ പ്രതിസന്ധിയിലായ കർഷകരുടെ നഷ്ടം നികത്താൻ അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. വർഷത്തിൽ 3 തവണ കൃഷി ഇറക്കുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നാണ് കരയാമ്പാടം. മുൻവർഷങ്ങളിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിച്ച കർഷകർക്ക് ഇത്തവണയായിരുന്നു പ്രതീക്ഷ. പാട്ടത്തിനെടുത്തും വായ്പയെടുത്തും കൃഷി ഇറക്കിയ കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് അധികൃതർക്കുള്ളതെന്നാണ് ആരോപണം. ഇപ്രാവശ്യം വിത്ത് ഞങ്ങൾ വാങ്ങിയത് സംസ്ഥാന സീഡ് അതോറിറ്റിയുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് സംസ്ഥാനത്തിന്റെ കീഴിൽ നടത്തുന്ന വിത്തുൽപാദന കേന്ദ്രം എടത്തിരുത്തി നിന്നാണ് നമ്മൾ വിത്ത് വരുത്തിയത്. ഇത് ഏകദേശം ഒരു 69 ചാക്കോളം 30 കിലോന്റെ ബാഗ് ഞങ്ങൾ വരുത്തിയിരുന്നു. ആദ്യം ഞങ്ങളതൊന്ന് കുറച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ദൈവത്തിന് വലിയ കുഴപ്പം കണ്ടില്ല. അത്യാവശ്യം നല്ല മുളകുണ്ട്. ആ കണ്ട വെളിച്ചത്തിൽ നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷെ കർഷകർക്ക് പിന്നെയുള്ള ചാക്കുകളൊക്കെ വളരെ മോശമായിരുന്നു. വിത്തെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വാരുമ്പോൾ തന്നെ ചീഞ്ഞ മണക്കാണ് വന്നിരുന്നത്. നമ്മുടെ കരയാമ്പാടം പാടശേഖരത്തിൽ ശരിക്കും പറഞ്ഞാൽ 128 കർഷകരാണ് ഉള്ളത്. ഭൂരിഭാഗം കർഷകരും ഈ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇങ്ങനെ ഒരു അബദ്ധം ആരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനി ഇനി ആവർത്തിക്കാതിരിക്കാനും ഒപ്പം ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കർഷകർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് എന്തെങ്കിലും ഒരു മേൽനടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ വിരിപ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കരയാമ്പാടം കർഷക സമിതിയുടെ കീഴിലുള്ള ഒരു 118 കർഷകര് ഇപ്പോൾ ഞങ്ങൾക്ക് കൃഷിഭവൻ മുഖാന്തരം കുറച്ച് നെൽവിത്ത് ജ്യോതി നെൽവിത്ത് തന്നു. ആ നെൽവിത്ത് 20% അതിൽ മുളയുള്ളൂ. 80% അതിന് മുളയില്ലാണ്ട് ഞങ്ങൾ കർഷകർ ഭയങ്കര ദുരിതത്തിലാണ്. ഇത് വിരിപ്പ് കൃഷിയാണ്. 1-ാം പൂവ്. ഈ വിരിപ്പ് കൃഷി ഞങ്ങൾക്ക് വിത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടാറ്. എല്ലാ കൊല്ലവും കൃഷിഭവനിൽ നിന്ന് തന്നെ കിട്ടാറ്. ഒരു കൊല്ലം ഞങ്ങൾക്ക് വിത്ത് പറിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ കൊല്ലം അങ്ങനെ പറിച്ചിരിക്കുന്നത്. ഇത് വിത്ത് വളരെ മോശം വിത്തായിരുന്നു. കൊണ്ടപ്പോൾ തന്നെ എടത്തിരുത്തി നിന്നാണ് കൊണ്ടത്. ഇതിന് ബീജാങ്കര ശേഷിയില്ലാത്ത വിത്താണ്. ഈ വിത്ത് ഞങ്ങൾ ചാക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ 20% അരിയാണ്. അതിൽ 10% പതിരാണ്. പിന്നെ 1% ഉള്ളതിൽ കുറെ പ്ലാസ്റ്റിക്കുള്ള നെൽമണികളാണ്.